നിങ്ങളെ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഒന്നുമില്ലായ്മയിൽ നിന്ന് ഒരു വലിയ സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ പറ്റുമെന്ന്? ഇപ്പൊ ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാം. കയ്യിലുള്ളത് വെറും 1,00,000 രൂപ. അത് വെച്ച് 20,000 കോടി രൂപയുടെ ഒരു ബിസിനസ് സാമ്രാജ്യം ഉണ്ടാക്കാൻ പറ്റുമോ? എന്താ തോന്നുന്നത്? വെറുതെ പറയുന്നതല്ല, ഇതൊരു സിനിമാ കഥയുമല്ല. ഇത് നമ്മുടെ സ്വന്തം നാട്ടിൽ ഒരു മലയാളി യാഥാർത്ഥ്യമാക്കിയൊരു ജീവിതമാണ്. നമ്മളിന്ന് പറയാൻ പോകുന്നത് കോച്ചൌസേബ് ചിറ്റിലപ്പിള്ളി എന്ന ആ മനുഷ്യന്റെ കഥയാണ്. ആ പൂജ്യത്തിൽ നിന്ന് തുടങ്ങിയ അത്ഭുതകരമായ യാത്രയുടെ കഥ. അപ്പൊ നമുക്ക് നേരെ ആ കഥയിലേക്ക് കിടക്കാം. എവിടെ നിന്നാണ് ഈ യാത്ര തുടങ്ങിയത്? അതിന്റെ തുടക്കം ആകെ 1,00,000 രൂപയിൽ നിന്നായിരുന്നു. അദ്ദേഹം ജനിച്ചത് വലിയ പാരമ്പര്യമൊന്നുമുള്ള ഒരു കുടുംബത്തിലായിരുന്നില്ല. സാമ്പത്തികമായ വലിയ ഭദ്രതയുമില്ലായിരുന്നു. ഒരു സാധാരണക്കാരൻ. പക്ഷേ അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഒരു തീ എപ്പോഴും കത്തിക്കൊണ്ടിരുന്നു. അറിയോ, സ്വന്തമായി എന്തെങ്കിലും തുടങ്ങണം, എന്തെങ്കിലും ചെയ്യണം എന്നൊരടങ്ങാത്ത ആഗ്രഹം. അപ്പോ ഈ വലിയ സ്വപ്നങ്ങളുമായി നിൽക്കുന്ന അദ്ദേഹത്തിന്റെ കയ്യിലാകെ ഉണ്ടായിരുന്നത് എത്രയാണെന്നറിയോ? വെറും 1,00,000 രൂപ. ഒന്നാലോചിച്ചു നോക്കൂ, ഇന്നത്തെ കാലത്ത് 1,00,000 രൂപ വെച്ച് നമുക്ക് എന്തു തുടങ്ങാൻ പറ്റും, അല്ലേ? പിന്നെ എപ്പോഴും സംഭവിക്കുന്നതുപോലെ തന്നെ ചുറ്റുമുള്ളവർ പറയാൻ തുടങ്ങി, ഇതൊന്നും നടക്കാൻ പോകുന്നില്ല, വെറുതെ ഈ പൈസ കളയണ്ട, വലിയ വലിയ കമ്പനികളോട് മത്സരിക്കാനൊന്നും നിന്നെക്കൊണ്ട് പറ്റില്ല. അങ്ങനെ ഒരുപാട് നിരുത്സാഹപ്പെടുത്തുന്ന വാക്കുകൾ. പക്ഷേ ഈ ബഹളങ്ങൾക്കിടയിലൊന്നും അദ്ദേഹം പെട്ടുപോയില്ല. അദ്ദേഹം കേട്ടത് ഒരൊറ്റ ശബ്ദം മാത്രമായിരുന്നു. അത് അദ്ദേഹത്തിന്റെ ഉള്ളിൽ നിന്നുള്ള ശബ്ദമായിരുന്നു. ആ ഒരൊറ്റ തീരുമാനമുണ്ടല്ലോ, അത് മാത്രം മതിയായിരുന്നു ചരിത്രം മാറ്റിയെഴുതാൻ. അങ്ങനെ ആ ഒരൊറ്റ ഉറച്ച തീരുമാനത്തിൽ നിന്നാണ് നമ്മളെല്ലാവരും അറിയുന്ന ഒരു വലിയ ബ്രാൻഡ് പിറവികൊള്ളുന്നത്. ആ ബ്രാൻഡിന്റെ ജീവൻ ഒന്നേ ഒന്നായിരുന്നു: ക്വാളിറ്റി, അതായത് ഗുണമേന്മ. അപ്പൊ തുടക്കം ഒരു ചെറിയ വർക്ക്ഷോപ്പിലായിരുന്നു, വി-ഗാർഡ് ഇൻഡസ്ട്രീസ്. അദ്ദേഹം ശരിക്കും മാർക്കറ്റിലെ ഒരു വലിയ പ്രശ്നമാണ് കണ്ടുപിടിച്ചത്. എന്താണെന്ന് വെച്ചാൽ, അക്കാലത്ത് നമ്മുടെയൊക്കെ വീടുകളിൽ ഇടയ്ക്കിടെ വോൾട്ടേജ് പ്രശ്നങ്ങൾ വരുമല്ലോ, പക്ഷെ നല്ല വിശ്വസിക്കാൻ കൊള്ളാവുന്ന സ്റ്റെബിലൈസറുകൾ കിട്ടാനേയില്ലായിരുന്നു. ആ ഒരു പ്രശ്നത്തിനുള്ള ഉത്തരമായിരുന്നു വി-ഗാർഡ്. അദ്ദേഹത്തിന് തുടക്കം മുതലേ ഒരൊറ്റ വാശിയേ ഉണ്ടായിരുന്നുള്ളൂ: എന്ത് തന്നെ സംഭവിച്ചാലും ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒരു കോംപ്രമൈസുമില്ല. ആ ഒരൊറ്റ തീരുമാനം, ആ ഒരൊറ്റ വാശി, അതാണ് വി-ഗാർഡ് എന്ന വലിയ സാമ്രാജ്യത്തിന്റെ അടിത്തറയിട്ടത്. നോക്കൂ, ആദ്യം 1-2 ഓർഡറുകൾ, പിന്നെ അത് 10ആയി, 100ആയി. പതിയെ പതിയെ അത് ലക്ഷങ്ങളിലേക്ക് വളർന്നു. അതിന്റെ പിന്നിലെ കാരണം വളരെ സിമ്പിളായിരുന്നു. ആ ക്വാളിറ്റി കണ്ടപ്പോൾ ജനങ്ങൾ വി-ഗാർഡിനെ വിശ്വസിക്കാൻ തുടങ്ങി. സ്റ്റെബിലൈസറിൽ കിട്ടിയ ആ വിശ്വാസമുണ്ടല്ലോ, അത് പതിയെ പതിയെ മറ്റു പ്രോഡക്റ്റുകളിലേക്കും പടർന്നു. ഇന്ന് നോക്കിയാല് സ്റ്റെബിലൈസർ മാത്രമല്ല, വയറുകൾ, ഫാനുകൾ, പമ്പുകൾ, അങ്ങനെ ഒരു വീട്ടിലേക്ക് വേണ്ട ഒരുപാട് സാധനങ്ങൾ വി-ഗാർഡ് എന്ന പേരിൽ നമുക്ക് കിട്ടും. ആ വിശ്വാസമാണ് ബ്രാൻഡിനെ വളർത്തിയത്. നമ്മുടെയൊക്കെ വീടുകളിൽ കേൾക്കുന്നൊരു സംഭാഷണമില്ലേ, അത് വി-ഗാർഡിന്റെയാ. പിന്നെ പേടിക്കാനൊന്നുമില്ല. ആ ഒരു വിശ്വാസം, അത് വലിയ പരസ്യങ്ങൾ കൊടുത്തുണ്ടാക്കിയെടുത്തതല്ല, വർഷങ്ങൾ കൊണ്ട് പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി കൊണ്ട് മാത്രം ഉണ്ടാക്കിയെടുത്തതാണ്. അപ്പോ വി-ഗാർഡിന്റെ ബ്രാൻഡ് സൂപ്പർ സക്സസ് ആയി ഇങ്ങനെ നിൽക്കുന്ന സമയം എല്ലാവരും കരുതി ഇനി അങ്ങോട്ടും ഇലക്ട്രോണിക്സ് തന്നെയാവുമെന്ന്. പക്ഷേ അദ്ദേഹം എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് നേരെ പുതിയൊരു ലോകത്തേക്ക് കാലെടുത്തു വെച്ചു. ഇത്തവണ അത് സുരക്ഷയുടെ ലോകമായിരുന്നില്ല, മറിച്ച് സന്തോഷത്തിന്റെ ഒരു ലോകമായിരുന്നു. ഒരു അമ്യൂസ്മെന്റ് പാർക്ക്. കേട്ടവരെല്ലാം ഞെട്ടി. എല്ലാവരും ചോദിച്ചു, എന്തിനാ ഇങ്ങനെ ഒരു റിസ്ക് എടുക്കുന്നത്? ഇത്രയും നന്നായി പോകുന്ന ഒരു ബിസിനസ് ഇല്ലേ കയ്യിൽ? ഈ ചോദ്യം എല്ലായിടത്തുനിന്നും വന്നു. പക്ഷേ ചിറ്റിലപ്പിള്ളിയുടെ ലക്ഷ്യം വേറെയായിരുന്നു. അത് കൂടുതൽ പണമുണ്ടാക്കുക എന്നതായിരുന്നില്ല. ആളുകൾക്ക് സന്തോഷം കൊടുക്കുന്ന, അവരുടെ ജീവിതത്തിൽ നല്ല ഓർമ്മകൾ സമ്മാനിക്കുന്ന ഒരിടം. ആ ഒരു സ്വപ്നമാണ് പിന്നീട് നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന വണ്ടർലയായി മാറിയത്. അങ്ങനെ കൊച്ചിയിൽ തുടങ്ങിയ ആ സന്തോഷത്തിന്റെ യാത്ര പിന്നെ ബാംഗ്ലൂരുവിലേക്കും ഹൈദരാബാദിലേക്കും പടർന്നു. ഇന്ന് സൗത്ത് ഇന്ത്യയിൽ വണ്ടർല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം സന്തോഷമെന്ന് തന്നെയാണ്, അല്ലേ? ശരി, അപ്പോ ഈ ഒരു വലിയ യാത്രയിൽ നിന്ന് നമുക്ക്, അതായത് നിങ്ങൾക്കും എനിക്കും പഠിക്കാൻ എന്തൊക്കെ കാര്യങ്ങളുണ്ട് നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ എവിടെ നിന്ന് തുടങ്ങുന്നു എന്നതിന് ഒരു പ്രസക്തിയുമില്ല. നിങ്ങളുടെ കയ്യിലുള്ള പണത്തേക്കാൾ എത്രയോ വലുതാണ് നിങ്ങളുടെ മനസ്സിലെ ദൃഢനിശ്ചയം. പിന്നെ ക്വാളിറ്റി. നിങ്ങൾ എന്ത് ചെയ്താലും അതിൽ ക്വാളിറ്റി കൊടുക്കുകയാണെങ്കിൽ ആളുകൾ നിങ്ങളെ വിശ്വസിക്കും. ആ വിശ്വാസമാണ് ഏറ്റവും വലിയ വളർച്ച. പിന്നെ വഴിയിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരും, പക്ഷെ ഒരിക്കലും നിർത്തിയിട്ട് പോകരുത്. ദാ ഈ കണക്കുകൾ ഒന്നുകൂടി നോക്കിക്കേ.
1,00,000 രൂപയിൽ നിന്ന് 20,000 കോടിയിലേക്ക്. ഇതൊരു ലോട്ടറി അടിച്ച കഥയല്ല, ഒരു ഭാഗ്യപരീക്ഷണവുമല്ല. ഇതിന് പിന്നിൽ ഒരൊറ്റ മനുഷ്യന്റെ ഉറച്ച തീരുമാനങ്ങളും വർഷങ്ങളോളം ഉറക്കമിളച്ചുള്ള കഠിനാധ്വാനവുമുണ്ട്. ഒരുപക്ഷെ നിങ്ങളിപ്പോൾ ഒരു ചെറിയ തുടക്കത്തിലായിരിക്കാം. ഒരുപാട് സംശയങ്ങൾ മനസ്സിലുണ്ടായിരിക്കാം. അങ്ങനെയാണെങ്കിൽ ഒന്നോർത്താൽ മതി. ഇന്ന് നമ്മൾ ഈ സംസാരിക്കുന്ന കോച്ച് ജോസഫ് ചിറ്റിലപ്പിള്ളിയും ഒരു കാലത്ത് ഇതേ പോയിന്റിലായിരുന്നു. അതുകൊണ്ട് ഈ 3 കാര്യങ്ങൾ മനസ്സിൽ വെക്കുക. 1. വലുതായി സ്വപ്നം കാണുക. 2. ആ സ്വപ്നത്തിനു വേണ്ടി കഠിനമായി പണിയെടുക്കുക. 3. എന്തു വന്നാലും ഒരിക്കലും തോറ്റു പിന്മാറരുത്. അദ്ദേഹത്തിന്റെ യാത്ര തുടങ്ങിയത് 1,00,000 രൂപയിൽ നിന്നാണ്. അപ്പോ ഇനി നിങ്ങളുടെ ഊഴമാണ്. നിങ്ങളുടെ യാത്ര അതെവിടെ നിന്നാണ് തുടങ്ങുന്നത്?